കോതമംഗലത്ത് കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹവുമായി പ്രതിഷേധിച്ച കേസിൽ മാത്യു കുഴൽനാടൻ MLA-യെയും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും. ഇരുവരുടെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി നാളത്തേക്ക് മാറ്റി. കൊല്ലപ്പെട്ട ഇന്ദിരയുടെ ബന്ധുക്കളും നാട്ടുകാരുമാണ് പ്രതിഷേധിച്ചതെന്നും കേസ് കെട്ടിച്ചമച്ചതാണെന്നും പ്രതിഭാഗം വാദിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയതോടെ വൻ പോലീസ് സന്നാഹമാണ് ഒരുക്കിയത്. കോടതിയിൽ ഇന്ന് ജാമ്യാപേക്ഷ വാദം കേട്ടെങ്കിലും കോടതി ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്തുകൊണ്ട് കേസ് നാളത്തേക്ക് വീണ്ടും പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗങ്ങളുടെയും വാദങ്ങൾ കേട്ടതിന് ശേഷം അഡീഷണലായി 2 ക്രൈം കൂടി പോലീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ 2 ക്രൈം ഉള്ളതായിട്ടാണ് പോലീസ് പറഞ്ഞിരുന്നത്. അതനുസരിച്ചുള്ള കാര്യങ്ങളാണ് സബ്മിറ്റ് ചെയ്തിരുന്നതും. പിന്നെ ഇപ്പോൾ അഡീഷണലായി ഒരു ക്രൈം കൂടി രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇന്ന് പോലീസ് കോടതിയിൽ വന്നത്. സ്വാഭാവികമായിട്ടും അതിനും ഉള്ള വാദങ്ങൾ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷേ ഇന്നലെ അനുവദിച്ച ഇടക്കാല ജാമ്യം കണ്ടിന്യൂ ചെയ്യുമെന്നും നാളത്തേക്ക് ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് പറയുമെന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, ഇന്ന് ഒരു കുറ്റം കൂടി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ടായിരുന്നു അവർക്കെതിരെ. ഏത് തരത്തിലാണ് ഇരുഭാഗത്തെയും വാദമുഖങ്ങൾ ഇന്ന് കോടതിയിലുണ്ടായത്? ഈ കേസ് പരിഗണനയ്ക്കെടുത്തപ്പോൾ തന്നെ ഈ പ്രോസിക്യൂഷൻ 2 ദിവസത്തെ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുകയുണ്ടായി. 2 ദിവസത്തേക്ക് പ്രതികളെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. കസ്റ്റഡി അപേക്ഷയുടെ പകർപ്പ് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി, മൃതദേഹം ബലമായി പിടിച്ചെടുത്തു, മൃതദേഹത്തോട് പ്രതികൾ അനാദരവ് കാട്ടി, ആശുപത്രി ഉപകരണങ്ങൾ നശിപ്പിച്ചു, ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായി. ഇങ്ങനെ പോകുന്നു പ്രോസിക്യൂഷൻ ഈ പ്രതികൾക്കെതിരെ ഉന്നയിച്ച കാര്യം. അതേസമയം തന്നെ ഈ പ്രതിഭാഗം ചൂണ്ടിക്കാണിച്ചത് മറ്റ് ചില കാര്യങ്ങളാണ്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതൊരു പ്രതിഷേധം എന്ന രീതിയിൽ, ഒരാൾ മരിച്ചതിന്റെ ഒരു പ്രതിഷേധം എന്ന രീതിയിലാണ് അവിടെ ഒരു സംഭവം നടന്നത്. അതിൽ പങ്കെടുത്തത് പൊതുജനങ്ങളും ഈ മരിച്ച ഇന്ദിര എന്ന് പറയുന്ന ആ വയോധികയുടെ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്നാണ്. അതൊരു ആസൂത്രിത സ്വഭാവം അതിനുണ്ടായിരുന്നില്ല. പോലീസ് ഈ പ്രതിഷേധത്തിന് നേരെ വല്ലാത്ത രീതിയിൽ ബലപ്രയോഗം നടത്തുകയാണ് ഉണ്ടായത്. ഇതിനു മുൻപെങ്ങും തന്നെ പോലീസിന്റെ ഭാഗത്തൊന്നും ഇത്തരം നടപടി പ്രതിഷേധത്തിന് നേരെ ഉണ്ടായിട്ടില്ല. ഭീഷണിയുടെ സ്വരമാണ് ഉയർത്തുന്നത്. ഈ നേതാക്കളെ, ജനപ്രതിനിധികൾ അടക്കമുള്ളവരെ എന്ത് വില കൊടുത്തും ജയിലിലടയ്ക്കും എന്ന നിലയിലാണ് പോലീസ് പെരുമാറുന്നത് എന്നും ഇന്ന് പ്രതിഭാഗം കോടതിയെ അറിയിച്ചു. എന്തായാലും കേസ് നാളത്തേക്ക് മാറ്റിയിട്ടുണ്ട്. അതുവരെ ഇടക്കാല ജാമ്യം തുടരും. കോതമംഗലത്തിൽ ഇന്നലെയുണ്ടായ സംഘർഷത്തിലാണ് മാത്യു കുഴൽനാടന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും. നാളെ കോടതി വീണ്ടും കേസ് പരിഗണിക്കും.